ഹായ് ഡിയർ ഓൾ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സൗമ്യ, മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പേരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു വീഡിയോയൊക്കെ കാണാതെ വന്നപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വർക്കിൽ തന്നെ സജീവമായിരുന്നു. പിന്നെ കുറച്ച് വർക്ക് സംബന്ധമായ തിരക്കുകളും മറ്റ് പ്രൈവറ്റ് തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഇടയ്ക്ക് ബ്രേക്കായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന അപ്ഡേറ്റുകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്, നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ അല്ലേ, UAE വിസിറ്റ് വിസയിൽ യാത്ര ചെയ്യുന്നവർക്ക് വരും ദിവസങ്ങളുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് ഒഫീഷ്യലായിട്ടുള്ള സർക്കുലറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. അപ്പം നിലവിൽ UAE വിസിറ്റ് വിസയിൽ പോകുന്നവർക്ക് വിസ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിസ അപ്ലൈ ചെയ്യുന്ന ടൈമിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, അതിനോടൊപ്പം തന്നെ ഹോട്ടൽ വൗച്ചർ, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ, ജെനുവിൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാലും മിനിമം ഇപ്പോൾ ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സ് ഒക്കെ പ്രതീക്ഷിക്കണം. മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് വിസ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 24 hours വിസ അപ്രൂവൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ, എക്സ്പ്രസ് വിസ അങ്ങനെയുള്ള വിസയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലി നമ്മളൊരു വിസ കൊടുക്കുന്നതിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്തും ട്രാവൽ ചെയ്യുന്ന പാസഞ്ചറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ ഒരു മാസത്തെ വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ 3000, അതായത് 3000 ദിർഹം അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മണി. 2 month വിസിറ്റ് വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ 6000 അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള INR നമ്മൾ പോകുന്ന പാസഞ്ചറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന അതായത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിന് പുറമേ ഒരു ഫണ്ട് സോഴ്സും കൂടെയൊക്കെ കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടല്ലേ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ വരുന്ന സ്കൂൾ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചിലൊക്കെ വിസയ്ക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനൊരു നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ വിസ എടുത്ത് വയ്ക്കുക. വിസ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 60 ദിവസം, 2 മാസത്തെ വാലിഡിറ്റി ഉണ്ടാകും. അതിനുള്ളിൽ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ എന്നാണോ ഇവിടുന്ന് അവിടെ ഇറങ്ങുന്നത് അന്ന് മുതൽ കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റാണ് വിസയ്ക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതും ഓർത്തിട്ട് നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ മാക്സിമം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രാവൽ ഏജൻസി വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മുള്ളിക്കാടാണ്, മറിയം എയർ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. പിന്നെ UAE നമ്മുടെ ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. UAE ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പിൽ, ഇപ്പോൾ 2 നമ്പർ കൊടുത്തേക്കാം. ഇതൊക്കെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ ടെക്സ്റ്റായിട്ടും വോയിസ് ആയിട്ടും അയയ്ക്കുക, അതിൽ റിപ്ലൈ തരാം. അതിൽ പറഞ്ഞിട്ട് മനസ്സിലാകാതെ വരുന്ന കേസുകൾക്ക് മാത്രം അത്യാവശ്യത്തിന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അതിനുള്ളത് തരാം. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണം, ട്രാവൽ സംബന്ധമായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ബൈ.